ശ്രീ യുവരാജ് ഗോകുൽ ബിജെപി നേതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നു. പോലീസിനെ ആക്രമിക്കുക, അത് പോലീസിനെ തിരിച്ച് ആക്രമിക്കുക, സമരം അക്രമാസക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അടി അല്ലെങ്കിൽ തല്ല് നടക്കുമ്പോൾ അത് സമാധാനപരമായിട്ട് നേരിടുക എന്നുള്ളതല്ല, അത് ഏത് രീതിയിലാണ് തിരിച്ചടിക്കുക എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. അത് യുവമോർച്ച അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നൊന്നുമില്ല. നെയ്യാറ്റിൻകരയിലൊക്കെ എന്താണ് സംഭവിച്ചതെന്നെല്ലാം കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. സമാധാനപരമല്ലാതെ കലാപകരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധിക്കേണ്ടതായി വരുന്നു എന്നാണ് പറയുന്നത് സർക്കാർ, മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും അപർണ, സമരങ്ങൾ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അക്രമത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അതിനെ പ്രതിരോധിക്കേണ്ടുന്നതിൻ്റെതായ സാഹചര്യങ്ങളുണ്ടാകും. യുവമോർച്ച ആരെയും തല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടില്ല. കൊല്ലത്തുൾപ്പെടെ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത്, കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന സമയത്ത് ഒരു കൂട്ടം ഡിവൈഎഫ്ഐക്കാർ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. തല്ലാൻ വേണ്ടി വന്നവർക്കാണ് തിരിച്ച് തല്ല് കിട്ടിയതും പോയതും. അതിൻ്റെ തുടർച്ച മാത്രമാണ് യുവമോർച്ചയുടെ സമരങ്ങളിൽ ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാണുന്നത്. യുവമോർച്ചക്കാരെങ്കിലും ഡിവൈഎഫ്ഐക്കാരെ അന്വേഷിച്ച് അവരുടെ പുറകെ പോയോ, നിങ്ങളെ ഞങ്ങൾ തല്ലാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യുവമോർച്ചക്കാർ പോയി ഡിവൈഎഫ്ഐക്കാരെയാണോ കരിങ്കൊടി കാണിച്ചത്? അല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ കരിങ്കൊടി കാണിച്ചത്. ഭരണത്തിൻ്റെ കസേരയിലിരിക്കുന്ന വ്യക്തികൾ ആരാണോ അല്ലെങ്കിൽ പാർട്ടികൾ ഏതാണോ അവർക്കെതിരായിട്ട് പ്രതിഷേധമുണ്ടാവുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സമരങ്ങൾ മാത്രമാണ് യുവമോർച്ച ആയിരുന്നാലും ശരി തന്നെയാണ്, BJP ആയിരുന്നാലും ശരി തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ അപർണ, നിലവിൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് എത്രയോ സമരങ്ങൾ നടക്കുന്നുണ്ട്, എത്രയധികം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ യുവമോർച്ചക്കാർ വടിയും കൊണ്ട് തല്ലാൻ പോവുകയാണോ? എത്ര പ്രതിപക്ഷ നേതാക്കളെ സമരം ചെയ്തതിൻ്റെ പേരിൽ തല്ലാൻ വേണ്ടിയിട്ട് യുവമോർച്ചക്കാർ പോയി, അല്ലെങ്കിൽ BJPക്കാർ പോയി. ഇന്ന് കേരളത്തിൽ CPM ഉള്ളതിൻ്റെ 10 ഇരട്ടി ശക്തി BJPക്കും യുവമോർച്ചയ്ക്കും ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ എത്രയോ ഉണ്ട്. അവിടെ എത്രയിടത്താണ് ആൾക്കാർ ആരെയൊക്കെയാണ് തല്ലാൻ പോകുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും തല്ലാൻ പോകുന്നത്? കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് പ്രതിഷേധം? എന്തിനാണ് നവകേരള സദസ്സിനെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം? എന്തിനാണ് ഇങ്ങനെ ഒരു ദൂർത്ത് നടത്തിയിട്ട് ഈ യാത്ര നടത്തുന്നതെന്ന് അപർണയ്ക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? എന്തിനാണ് ഇപ്പോൾ ഈ യാത്ര നടക്കുന്നത് എന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഇതിൻ്റെ ഔട്ട്കം എന്താണ്? ആക്ച്വലി വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദിസ്? എന്താണ് ഇതിൻ്റെ ഔട്ട്കം? അതും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന്. സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര, അതിന് വാട്ട്സോവർ എന്ത് പേരിട്ടിട്ടായാലും ഒരു യാത്ര നടക്കാറുണ്ട്. ജനരക്ഷായാത്രയെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ജനാധിപത്യ രക്ഷായാത്രയെന്നോ കേരള വികസന യാത്രയെന്നോ ഒക്കെ പേരിട്ടിട്ട് ഇത്തരം യാത്രകൾ നടത്താറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിന് വേണ്ടി നടത്തുന്നതാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സോക്കോൾഡ് കേരള സദസ്സും നവകേരള സദസ്സും അതുപോലെ CPMൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര മാത്രമാണ്. പക്ഷെ അത് ജനത്തിൻ്റെ കാശിൽ നടത്തുന്നു, ജനങ്ങളുടെ കാശിൽ നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ പഴയതുപോലെ മറ്റേ ഓപ്പൺ ജീപ്പിലോ അല്ലെങ്കിൽ ഒരു രഥം പോലെ അലങ്കരിച്ച വണ്ടിയിലോ കയറി നിന്ന് കൈവീശി കാണിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1,10,00,000 രൂപയ്ക്ക് ഒരു ബസ് ഉണ്ടാക്കി, അതിനകത്ത് കറങ്ങുന്ന കസേരയുണ്ടാക്കി, അതിനകത്തൊരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ സജ്ജീകരിച്ച് അദ്ദേഹത്തിന് ഈ പറയുന്ന 140 മണ്ഡലങ്ങളിലൂടെ കടന്നു വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ പേരിൽ അതിൻ്റെ എന്താണ് ഈ ജനങ്ങളുടെ കാശെടുത്തിട്ട് സർക്കാരിൻ്റെ പരിപാടി എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ CPMന് അതിനകത്ത് എന്താണ് പൈസ ചെലവാക്കേണ്ടുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല. ആ പൈസയുടെ ഒരു ബഹുഭൂരിപക്ഷവും ജനത്തിൻ്റെ കാശിൽ നിന്ന് തന്നെ, സ്റ്റേറ്റിൻ്റെ കാശിൽ നിന്ന് തന്നെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഫണ്ട് റൈസിങ്ങിന്റെ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനല്ലേ യുവരാജ്, അത്തരം പ്രചാരണ പരിപാടികൾ കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ യാത്ര പോലെ അത്തരം നേട്ടങ്ങൾ സർക്കാരിലേക്ക് അതിന്റെ കൂടെ പ്രധാനമന്ത്രി പോയിക്കൊണ്ടിരിക്കുകയാണോ? പ്രധാനമന്ത്രി മന്ത്രിമാരും ഇറങ്ങി ഈ പറയുന്ന പോലെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നുള്ള യാത്ര പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണോ? പക്ഷേ പ്രചാരണ പരിപാടികൾക്ക് പല പ്രചരണ പരിപാടികൾ നടന്നോട്ടെ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ പ്രചരണ പരിപാടി അത് പ്രചരണ പരിപാടിയാണ് എന്ന് പറഞ്ഞ് നടത്തണം. അല്ലാണ്ട് ജനങ്ങളുടെ മറ്റേ പരാതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന ഒരു കാര്യമാണ് നടക്കുന്നത്, കേരളത്തിന്റെ ഒപ്പമാണ് ഇങ്ങനെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ ദൂർത്ത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. സ്വാഭാവികമായിട്ട്
തീർച്ചയായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ വികസന പദ്ധതികളായിക്കൊണ്ട് പോട്ടെ, ആ സർക്കാരിന്റെ മറ്റ് പദ്ധതികളായിക്കൊണ്ട് പോട്ടെ, ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രചരണ പരിപാടികൾ എല്ലാ തരത്തിലും ഉണ്ടാകാറുണ്ട്. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്തും രാഷ്ട്രീയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ CPM-ന്റെ യാത്ര എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപർണ, ശരി അപർണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന വികസിത ഭാരത യാത്ര നടക്കുമ്പോൾ യുവമോർച്ചക്കാർ കുറുവടിയുമായിട്ട് അവിടെ കാവല് നിൽക്കാൻ പോയിരിക്കുകയാണോ? അവിടെ വരുന്ന ആൾക്കാരെ തല്ലാൻ വേണ്ടി നിജേഷിലും അത് ചോദിക്കണം. ബേസിക് ചോദ്യത്തിലേക്ക് പോയത് എന്തിനായിരുന്നു നമുക്ക് ഈ കല്യാശ്ശേരിയിലെ ആദ്യ പ്രതിഷേധം തൊട്ട് എന്തിനായിരുന്നു ആ പ്രതിഷേധം? അപർണ, KSRTC-ക്കാർക്ക് ശമ്പളമില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് നല്ല രീതിയിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ സർക്കാരിന് നല്ല രീതിയിൽ തെറി കിട്ടിയിട്ടുണ്ട്. PhD-ക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അലവൻസ് കൊടുക്കുന്നില്ല. കേരളത്തിൽ എവിടെ ചെന്ന് നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, UGC പ്രകാരമുള്ള ശമ്പള വർധനവാവട്ടെ, അവർക്ക് കിട്ടേണ്ട അലവൻസുകളാകട്ടെ, അതൊന്നും തന്നെ കിട്ടുന്നില്ല. എവിടെ ചെന്ന് നോക്കിയിരുന്നാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് മാറുന്നില്ല ട്രഷറിയിൽ ഉൾപ്പെടെ. നിങ്ങൾ ഈ പറയുന്ന സമസ്ത മേഖലകളിലും, ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വം ബോർഡിന്റെ കുറച്ച് ജീവനക്കാരെ കണ്ടിരുന്നു. ഏതാണ്ട് 1000-4000-ഓളം വരുന്ന ജീവനക്കാർക്ക് എത്ര വർഷമായിട്ടുണ്ടെന്ന് അറിയാമോ ശമ്പളം കിട്ടിയിട്ട്? അപ്പൊ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളിലും ഈ പറയുന്ന പോലെ ജനം മുണ്ടുമുറുക്കി എടുത്ത് ജീവിക്കേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ക്രിസ്മസിന് സപ്ലൈകോയില് ഈ പറയുന്ന പ്രത്യേക സപ്ലൈകോ ക്രിസ്മസ് ചന്തകൾ തുടങ്ങി. അവിടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, 13 ഐറ്റങ്ങൾക്ക് ഈ പറയുന്ന സബ്സിഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ഐറ്റങ്ങളാണ് സബ്സിഡി ഉള്ളതാണ് കിട്ടുന്നത്? ജനങ്ങൾക്കൊന്നുമേ കിട്ടുന്നില്ല. പകരം മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് 5-സ്റ്റാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാമുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ സഞ്ചരിക്കുന്ന ഒരു യാത്രയ്ക്ക് നേരെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചുറ്റുവട്ടത്ത് നിൽക്കുന്ന കോൺവോയ് നിൽക്കുന്ന പോലീസുകാരടക്കമുള്ളവർ ഏത് രീതിയിൽ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും? നമ്മൾ സ്വതന്ത്ര ഭാരത് 1947 മുതൽ 2023 വരെ എടുത്തു കഴിഞ്ഞാൽ കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസുകാർ പിടിച്ചു മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി തല്ലുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ മുമ്പിൽ കരിങ്കൊടി കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ജീവൻ എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്? അതൊരു പ്രത്യേകതരം ജീവനാണ്. ഇത്തരത്തിൽ ഈ കരിങ്കൊടി കണ്ടാൽ ജീവൻ പോകുന്ന ഒരേ ഒരാളെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുണ്ടാവുള്ളൂ, അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. കാരണം ഈ ജീവൻ രക്ഷ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ പ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നതെന്ന്. ആ ബസ്സിന്റെ അകത്തിരിക്കുന്ന ആ മനുഷ്യന് കരിങ്കൊടി കണ്ടു കഴിഞ്ഞാൽ ഭയന്ന് ജീവൻ പോകുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണെന്ന് തോന്നുന്നു ഈ DYFI-കാരെല്ലാം കൂടെ വടിയുമായിട്ട് നാട്ടിൽ ഇറങ്ങി നിൽക്കുന്നത്.